Dear my students, welcome to English class. Today we practice plus one class. The first unit lesson, cause for a theory. Cause for a theory. അല്പം ഏറെ പ്രാധാന്യമുള്ള ക്ലാസ്സാണ്. എന്തുകൊണ്ടെന്നാൽ സയൻസ് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ട്. താല്പര്യക്കുറവ് തോന്നിയേക്കാവുന്ന പാഠമാണ്. പക്ഷേ പരീക്ഷയ്ക്ക് നിറയെ ചോദ്യങ്ങൾ വരുന്ന പാഠം കൂടിയാണ്. സോ ടേക്ക് ഇറ്റ് സിമ്പിൾ ആൻഡ് ട്രൈ ടു റിയലൈസ് ഇറ്റ്. ലെറ്റ് us start. Dr. Kalam exhorts everybody to be unique in his or her own way. There are many people who have proved their uniqueness even while fighting adversities and limitations. So, first of all, we have to realize that this lesson, as other lessons, even the poem of the first unit, a motivational speech, or it is a motivational class, a motivational lesson. And we have practiced the Abb's speech, the first speech, and his first flight, and I will fly, and if. And this one, quest, that is thirst, quest, thirst, urge, U-R-G-E, urge, quest, Q-U-E-S-T, quest means urge or thirst. In Malayalam, we can say thwara. Thwara. That means the ultimate urge. ഒരു കാര്യം നേടാനുള്ള, സാധിച്ചെടുക്കാനുള്ള അത്യാവശ്യം, ഇൻസ്പിരേഷൻ ഫ്രം ദി ഇന്നർ സ്പിരിറ്റ്. അകത്ത് നിന്ന്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ആവേശം. That is what we say quest. So quest for a theory. Theory Siddhanta. And here the lesson relates with a great prodigy, pradipha, prodigy, genius. None but the great Stephen Hawking. Stephen Hawking. He is known as the supernova of physics. The supernova of physics. ഊർജതന്ത്രശാസ്ത്രത്തിലെ പൊട്ടിത്തെറിക്കുന്ന നക്ഷത്രം. That is supernova. So there is something explosion like. Explode, പൊട്ടിത്തെറിക്കുക. അപ്പോൾ ഈ പൊട്ടിത്തെറി from inner, from the brain that comes. ധിഷണയിൽ നിന്നുണ്ടാവുന്ന പൊട്ടിത്തെറിയാണ്. ആറ്റം തിയറി പോലെ E=mc² എന്ന് പഠിച്ചതുപോലെ, എനർജിയെപ്പറ്റി പഠിച്ചതുപോലെ, ഐസക് ന്യൂട്ടൻ്റെ തിയറി മാതിരിയുള്ള അല്ലെങ്കിൽ അത്തരം തിയറികൾ. ഇവിടെ ഐൻസ്റ്റൈനാണ് E=mc² എന്ന ഫിസിക്സ് തിയറി, ഫിസിക്സ് സിദ്ധാന്തം നമ്മളെ പഠിപ്പിച്ചത്. ഇതാ മറ്റൊരു പ്രതിഭ.
പക്ഷേ അയാൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ഹാസ് ഹിസ് ഓൺ വെറൈറ്റി ഇൻ കൾച്ചർ, വെറൈറ്റി ഇൻ നേച്ചർ, വെറൈറ്റി ഇൻ ഇൻ്റലിജൻസ് ആൻഡ് ഹിസ് ഓൺ വൺസ് ഓൺ ഡിഗ്നിറ്റി. ഓരോ വ്യക്തിക്കും ഓരോ വ്യക്തിയുടേതായ അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്, ഒപ്പം മറ്റു ചില പ്രത്യേകതകളുമുണ്ട്. പ്രശ്നങ്ങൾക്ക്, ദാറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് പ്രോബ്ലംസ്, വഴങ്ങിക്കൊടുക്കാത്ത, not to be yield or not to be surrendered nature. പ്രതിബന്ധങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാത്ത നേച്ചർ. ദാറ്റ് ഈസ്, എന്താണ് സ്റ്റീഫൻ ഹോക്കിൻ്റെ പ്രത്യേകത? യെസ്, ഫൗട്ട് അഗൈൻസ്റ്റ് ഫേറ്റ്. വിധിക്കെതിരെ പൊരുതിയ പ്രതിഭയാണ്. വാട്ട് വാസ് ഹിസ് ഫേറ്റ്? ഇൽനെസ് ഓഫ് ദ ബോഡി, ഇൽ ഹെൽത്ത്, കടുത്ത ശാരീരിക അസുഖമാണ്. ആ അസുഖത്തിനെതിരെ പൊരുതിക്കൊണ്ടാണ് മെനി അതേഴ്സ്, അങ്ങനെയുള്ള പലരുമുണ്ട് നമുക്ക്. ഹെലൻ കെല്ലർ, ബീഥോവൻ, യു നോ ഹെലൻ കെല്ലർ, ട്രിപ്പിൾ ഹാൻഡിക്യാപ്പ് പേഴ്സണാലിറ്റി, one of the greatest genius of this world. ബീഥോവൻ ശരീരം മുഴുവൻ വ്രണങ്ങളുള്ള, ആ വ്രണങ്ങൾ പൊട്ടി ഒലിക്കുമ്പോഴും സംഗീതത്തിന് വേണ്ടി പരതി നടക്കുന്ന മനുഷ്യൻ. മാത്രമോ 18-ാമത്തെ വയസ്സ് മുതൽ ചെവിയുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ട മനുഷ്യനാണ് ലോകത്തിൻ്റെ മുന്നിൽ സിംഫണി എന്ന സംഗീതത്തിൻ്റെ അനുഭൂതി കാഴ്ചവെച്ച വ്യക്തി. ബീഥോവൻ ഈസ് ദ ഫൗണ്ടർ ഓഫ് സിംഫണി. ഇങ്ങനെ ഫൈറ്റിംഗ് എഗൈൻസ്റ്റ് ഫേറ്റ്, വിധിക്കെതിരെ പൊരുതിയിട്ട്, സ്ട്രഗ്ലിംഗ് ഫോർ നോട്ട് എക്സിസ്റ്റൻസ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമല്ല, നേരെ മറിച്ച് ടു എസ്റ്റാബ്ലിഷ് വാട്ട് ദേ ഫീൽ, വാട്ട് ദേ തിങ്ക്, വാട്ട് ദേ സേ കറക്റ്റ് or imagine correct, or to fulfill their imagination or to fulfill their ambition. തൻ്റെ ഭാവന, തൻ്റെ മനസ്സിലെ ചിന്തകളുടെ സത്ത, അത് റിയലൈസ് ചെയ്യാൻ വേണ്ടി, യാഥാർത്ഥ്യവൽക്കരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒത്തിരി ഫൈറ്റിംഗ് പേഴ്സണാലിറ്റീസ് ഈ ലോകത്തിലുണ്ട്. ദേ ആർ അവർ ഗൈഡ് ലൈൻസ്, ദേ ആർ അവർ ടോർച്ച് ബെയറേഴ്സ്. അവരാണ് നമ്മുടെ വഴികാട്ടികൾ. ആ വഴികാട്ടികളിൽ, ആ മഹത് വ്യക്തികളിൽ മഹാപ്രതിഭയാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. അദ്ദേഹത്തെ പറ്റിയുള്ള പാഠമാണ് ക്വസ് ഫോർ എ തിയറി. തിയറി, സിദ്ധാന്തം. യെസ്, come to the lesson. Quest for a theory of everything. That is, Kitty Gale, Kittygail, in the Cockcroft lecture room, കോക്രോഫ്റ്റിലെ ലെക്ചർ ഹാളിൽ on April 29, 1980, 1980 ഏപ്രിൽ 29, സയൻറ്റിസ്റ്റ് ആൻഡ് യൂണിവേഴ്സിറ്റി ഡിഗ്നിറ്ററീസ് ഗദേർഡ്. അവിടെ അതാ ശാസ്ത്രജ്ഞന്മാരും സർവകലാശാല പ്രതിഭകളും അല്ലെങ്കിൽ വിശിഷ്ട വ്യക്തികളും കേന്ദ്രീകരിച്ചിരിക്കുന്നു, കൂടിയിരിക്കുന്നു. ഇൻ സ്റ്റീപ്പ് ചെയേഴ്സ് ഓഫ് സീറ്റ്സ്, കുത്തനെയുള്ള ഇരിപ്പിടങ്ങളിൽ അവർ ഇരിക്കുകയാണ്. TIERS, ചെയേഴ്സ് മീൻസ് നിരനിരയായിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ, ഹാളിൽ, ആ സീറ്റ്സ്.
facing a two-story wall of chalkboard and slide screen. വലിയൊരു സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് ആ സ്ക്രീനിൽ എന്തൊക്കെയോ തെളിയാൻ പോകുന്നു. some new discoveries, that is, some new theories, new inventions, new ideas. ആരാണ് ഇവിടെ അത് അവതരിപ്പിക്കാൻ പോകുന്നത്? യെസ്, none but the great mathematician and physicist സ്റ്റീഫൻ ഹോക്കിംഗ്. ഊർജതന്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനുമായ സ്റ്റീഫൻ ഹോക്കിംഗ്. നോക്കൂ, the occasion was the inaugural lecture by a new Lucasian professor of mathematics. It is the speech of a great mathematician. He is a professor from Lucasia, that is Lucasian professor. His name is Stephen Hawking. Professor of mathematics, the 38-year-old mathematician, 38 വയസ്സ് പ്രായമുള്ള വിശ്വപ്രസിദ്ധനായ ഗണിതശാസ്ത്രജ്ഞൻ ആൻഡ് ഫിസിസ്റ്റ്, ഊർജതന്ത്രജ്ഞൻ Stephen Hawking. So this is the introductory para about Stephen Hawking, and now we know a primary awareness of Stephen Hawking. That is, he is a professor, he belongs to Lucasia, and he is a mathematician, and he is also a scientist in physics. And he was going to present a lecture in front of university dignitaries and maybe scholars, scientists, and such personalities. Nespera. The title of the lecture was a question. പ്രഭാഷണ വിഷയം തന്നെ ഒരു ചോദ്യമാണ്. Is the end in sight for theoretical physics? ഫിസിക്സ് സൈദ്ധാന്തികമായ രീതിയിൽ, സൈദ്ധാന്തികമായ ഊർജതന്ത്രശാസ്ത്രം അല്ലെങ്കിൽ ഊർജതന്ത്രശാസ്ത്രത്തിലെ സൈദ്ധാന്തികത അവസാനിക്കാറായോ? അത് പ്രായോഗികമാകാറായോ? This is the question. Then Hawking startled his listeners by announcing that he thought it was. And what did he say? He said an incredible answer, unbelievable answer. അവിശ്വസനീയമായ ഉത്തരമാണ് ആ ചോദ്യം പ്രസൻറ്റ് ചെയ്തുകൊണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് അവിടെ അവതരിപ്പിച്ചത്. ഇതാ അവസാനിക്കാറായിരിക്കുന്നു. ഊർജതന്ത്രശാസ്ത്രത്തിലെ സൈദ്ധാന്തികത അവസാനിക്കാറായിരിക്കുന്നു. പ്രായോഗികത ആരംഭിക്കാറായിരിക്കുന്നു. Hawking startled, make surprise, ഞെട്ടിപ്പിക്കുക, ആശ്ചര്യപ്പെടുത്തുക. Startled his listeners by announcing that he thought it was. He invited them to join him in a sensational escape through time and space. So he invited them. Let us go a trip. നമുക്കൊരു യാത്ര പോകാം. To the time, കാലത്തിലൂടെ, to the space, ശൂന്യതയിലൂടെ, to the eternity, അനന്തതയിലൂടെ. Leave this world,
നമുക്ക് ഈ പ്രപഞ്ചത്തെ തൽക്കാലത്തേക്ക് മറക്കാം. എർത്തിലെ തിങ്സ്, ഭൗതികമായ കാര്യങ്ങൾ മറക്കാം. എർത്തിലെ ലൈഫ്, ഈ ഭൂമിയിലെ ഈ പ്രപഞ്ചത്തിലെ ജീവിതം നമുക്ക് തൽക്കാലത്തേക്ക് മറക്കാം. ലെറ്റ് us move forward to the heights of the space and time. കാലത്തിൻ്റെ അനന്തതയിലേക്ക്, ശൂന്യതയുടെ നിത്യതയിലേക്ക് നമുക്കൊരു യാത്ര പോകാം. He invited the audience through time and space to find the holy grail of science. So it is a fantastic usage of language, that holy grail of science, physics. ശാസ്ത്രത്തിൻ്റെ ആ പാനപാത്രം, ദാറ്റ് ഈസ് ഹോളി ഗ്രെയിൽ. ആ പാനപാത്രം എവിടെയാണെന്ന്, ഹോളി ഗ്രെയിൽ എവിടെയാണെന്ന്, ഇഫ് ഇറ്റ് ഈസ് ഫൈൻഡ് ഇറ്റ് ഔട്ട്, വി ക്യാൻ എൻജോയ് ഇറ്റ്, we can taste it, we can realize it, we can comprehend it, he said. Next paragraph. Stephen Hawking sat silently in a wheelchair. അദ്ദേഹം അല്പനേരം ശാന്തനായി തൻ്റെ ഉന്തു കസേരയിലിരുന്നു, വീൽ ചെയറിൽ ഇരുന്നു. So that term itself, a wheelchair, shows us that he can't walk. ആ ഒരൊറ്റ പദം മതി, അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല. അണേബിൾ ടു വാക്ക്, ഫിസിക്കലി വീക്ക്. ആ ഫിസിക്കൽ ഡിഫേമിറ്റിയാണ്, ശാരീരികമായ അവശതയാണ് അദ്ദേഹത്തിന്. ബട്ട് ഹിസ് മൈൻഡ് so energetic, but his brain so sharp and glazing. That man sat there in the wheelchair while one of his students read his lecture to the assembled company. So one of his students read what he wrote, what he has to say. അദ്ദേഹത്തിന് എന്ത് പറയാനുണ്ടോ, ദാറ്റ് ഹി wrote in papers as a theory paper. ഒരു സൈദ്ധാന്തിക നോട്ടായിട്ട് അദ്ദേഹം അത് കടലാസിൽ കുറിച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളിൽ ഒരാൾ അത് വായിച്ചു. ആ ജനാവലിക്ക് മുൻപിൽ, ആ ശാസ്ത്രലോകത്തിന് മുമ്പിൽ, അല്ലെങ്കിൽ ആ ദിഷണാശാലികൾക്ക് മുൻപിൽ. ജഡ്ജ്ഡ് ബൈ അപ്പിയറൻസ് അലോൺ, Hawking didn't seem a promising choice to lead any adventure. കണ്ടാൽ, കാഴ്ചയ്ക്ക് നമുക്ക് തോന്നില്ല അദ്ദേഹത്തിന് ഇത്തരം സാഹസികമായ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുമോ എന്ന്. But his body may be weak, but his brain, that is sharper than actually burning coal. അത് കത്തിജ്വലിക്കുന്ന കരിയേക്കാൾ, കൽക്കരിയേക്കാൾ അതിശക്തമാണ്, അത്രയും തീഷ്ണമാണ്. ഹിസ് ബ്രെയിൻ ഈസ് ഷാർപ്പർ ദാൻ എ സ്വാർഡ്. അത് മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തമാണ്. ഇറ്റ് ഈസ് മോർ ഗ്ലേസിംഗ് ദാൻ ദി ജെംസ്. രത്നങ്ങളെക്കാൾ തിളക്കമുള്ളതാണ്. ആൻഡ് ദാറ്റ് ഈസ് കെപ്റ്റ്, ദാറ്റ് ബ്രെയിൻ ഈസ് കെപ്റ്റ് inside that weak body, and that weak body is kept in that wheelchair. അതിതീഷ്ണമായ ആ ദിഷണാശക്തി ആ ശരീരത്തിനുള്ളിൽ അതാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ആ കുഞ്ഞു ശരീരമത, ക്ഷീണിച്ച ശരീരമത ആ കസാരയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മാറ്റി വെച്ചിരിക്കുന്നു. വൺ ഹൂ ലുക്സ് ഹിസ് ഷേപ്പ്, ഹിസ് ഫോം, his figure, can't say such a man is this. കാണുന്ന ആരും പറയില്ല ഈ മനുഷ്യനാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന്.
Yes. Stephen William Hawking was born on 8th January 1942. ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെച്ചോളാം. 1942 ജനുവരി മാസം 8-ാം തീയതി അദ്ദേഹം ജനിച്ചു. വൺസ് അഗെയിൻ സ്റ്റീഫൻ വില്യം ഹാക്കിംഗ് ബോസ്. മക്കൾക്കിത് പിന്നീട് വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ്, ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ പാഠവും ഈ പഠനവും. 1942 ആൻഡ് വെരി ഈസി ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ക്വിറ്റ് ഇന്ത്യ അല്ലെങ്കിൽ ബിഫോർ അവർ ഇൻഡിപെൻഡൻസ്. ആ കാലഘട്ടത്തിലാണ് ഈ മഹാപ്രതിഭ ജനിച്ചത്, 1942. വേർ ഇൻ ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ട്. അടുത്ത പോയിന്റ് നോക്കി വെച്ചു, ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ. സോ ഇൻ ഇംഗ്ലണ്ട്, ഇൻ ബ്രിട്ടൻ, അറ്റ് ഇംഗ്ലണ്ട് ഹി വാസ് ബോൺ വെരി നിയർ ടു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ആ കേന്ദ്രത്തിൽ തന്നെയാണ് ജനിച്ചത്, അറിവിൻ്റെ മഹാസമുദ്രത്തിലാണ് ജനിച്ചത്. It was exactly 300 years after the death of Galileo. കൃത്യമായി പറഞ്ഞാൽ ഭൂമി സൂര്യനെ ചുറ്റുന്നുവോ സൂര്യൻ ഭൂമിയെ ചുറ്റുന്നുവോ? The confusing question of that period before Galileo. ഭൂമി സ്റ്റേബിൾ ആണെന്നും സൂര്യനാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നതെന്നും എന്നുള്ള എ ഫേക്ക് അവയർനെസ്. ആ അവയർനെസ്സിന്, ആ തെറ്റായ ധാരണയ്ക്ക് ശരി ദിശ കാണിച്ചു കൊടുത്തത് ഗലീലിയോ ആണ്. ദ സൺ ഈസ് സ്റ്റേബിൾ, ദ എർത്ത് ഈസ് റൊട്ടേറ്റിംഗ്. ആ മഹാപ്രതിഭയുടെ തിരോധാനത്തിന് ശേഷം 300 വർഷങ്ങൾ കഴിഞ്ഞ് ഉണ്ടായ മറ്റൊരു മഹാപ്രതിഭയാണ് 1942 ജനുവരി മാസം 8-ാം തീയതി ഭൂമിയിൽ, യൂറോപ്പിൽ, ബ്രിട്ടനിൽ, ഇംഗ്ലണ്ടിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയ്ക്ക് അരികിൽ പിറന്നു വീണ ഈ കൊച്ചുകുട്ടി. It was exactly 300 years after the death of Galileo, the father of modern science. So now we said Stephen Hawking is the supernova of physics. ശാസ്ത്രത്തിലെ സ്ഫോടനാത്മക വസ്തു ആണെന്ന്. But what about Galileo? He is the father of modern science, we say. ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് കണക്കാക്കപ്പെടുന്നു. നെസ്പെര. ഫ്രാങ്ക് ആൻഡ് ഇസബെൽ ഹാക്കിംഗ്, രക്ഷിതാക്കൾ ഫ്രാങ്ക് ആൻഡ് ഇസബെല. സ്റ്റീഫൻസ് പാരൻസ് were not wealthy. So we can say that he was born in a poor family. പ്രതിഭകളിൽ മിക്കവാറും അങ്ങനെ തന്നെയാണ്. ചെളിയിലെ താമര പോലെ, കുപ്പയിലെ മാണിക്യം പോലെ പിന്നീട് സ്വപ്രയത്നത്തിൽ അറിയപ്പെട്ടവരാണ്. But they believed in the value of education. Even though they were poor, they believed that only education, only academic field can mold their son. വിദ്യാഭ്യാസത്തിന് മാത്രമേ തങ്ങളുടെ കുട്ടികളെ രൂപപ്പെടുത്താൻ സാധിക്കുള്ളൂ എന്ന് കരുതിയ ശ്രേഷ്ഠരായ മാതാപിതാക്കൾ. That Frank and Isabel, the parents of Hawking. So they planned for Stephen to go to Westminster, a famous public school. അതുകൊണ്ട് അവർ തീരുമാനിച്ചു സ്റ്റീഫൻ ഹാക്കിംഗ് എന്ന ഈ കൊച്ചുബാലനെ തൊട്ടടുത്തുള്ള വളരെ പ്രശസ്തമായ ഫേമസ് സ്കൂളായ പബ്ലിക് സ്കൂളായ എ ഫേമസ് 2 മിനിറ്റ് കഴിഞ്ഞ് നിർത്തും, 2 മിനിറ്റ് കഴിഞ്ഞ് അടുത്തേക്ക് കടക്കാം. എ ഫേമസ് പബ്ലിക് സ്കൂൾ ഇൻ ദ ഹേർട്ട് ഓഫ് ലണ്ടൻ. അതുകൊണ്ട് ആ രക്ഷിതാക്കൾ തീരുമാനിച്ചു സെൻഡ് ഹിം ടു ദി വെരി ഫേമസ് സ്കൂൾ വിച്ച് വാസ് ഇൻ ലണ്ടൻ.
അക്കാലത്ത് ലണ്ടനിലെ പ്രസിദ്ധമായ സ്കൂളിലേക്ക്, വെസ്റ്റ്മിനിസ്റ്റർ സ്കൂളിലേക്ക് അയക്കാമെന്ന് തീരുമാനിച്ചു. The Westminster School was a famous public school. Therefore, unfortunately, Stephen was ill at the time of the scholarship. Unfortunately, Stephen was ill at the time of scholarship examination. But if he wanted to get admission there, he wanted to appear for or he wanted to attend for a test, that is scholarship examination. Unfortunately, he was ill at that time. By birth, he was ill. ജന്മന തന്നെ അസുഖബാധിതനാണ് പാവം കുട്ടി. ആ പരീക്ഷ സമയത്ത് അവൻ അസുഖബാധിതനായി കടന്നുപോയി. At the time of his entrance examination, scholarship examination, he felt sick and he was sick-beded. And therefore, he attended the local St. Albans school. So our Stephen, the ill-healthy boy, couldn't attend the famous public school of Westminster. ലണ്ടനിലെ വെസ്റ്റ്മിനിസ്റ്റർ സ്കൂളിലെ പ്രശസ്ത സ്കൂളിലെ പഠനത്തിന് കഴിഞ്ഞില്ല. His body didn't allow. I told you that he fought against his fate. He fought against his fate. വിധിക്കെതിരെ പൊരുതിയ യോദ്ധാവാണ് അദ്ദേഹം. And the first step, ആദ്യ സ്റ്റെപ്പ് തന്നെ പിഴച്ചു. That means he was not permitted. Why? He couldn't attend the entrance examination of that school. So he went to another school, a local school. That means our Stephen Hawking couldn't get admission at Westminster, the famous public school, because of his ill health, and he just went to the local school of that London city. So let us wind up this class today here and continue in the next class. Thank you.